കാരണം അതിൽ നിങ്ങൾക്ക് ചായ ഇല്ലേ? പേരെ പോയി കുടിച്ചു തരിക. ചായ ടൈം ആയപ്പോത്തിന് ഫൗണ്ടേഷൻ കെട്ടിയിട്ടുള്ളവരോ ഇനി തറ കെട്ടാഞ്ഞും ബാക്കിയാ. ഹോളോ ബ്രിക്ക് കറക്റ്റ് ചാലാക്കിയിട്ട് അതിൽ ഇറക്കിച്ചിരിക്കുക. ഹായ് ചങ്ങായിമാരെ, ഒരു അടിച്ചുപൊളി വെറൈറ്റി വീഡിയോ കേട്ടോ. നിങ്ങളെ സമയം ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ ബാക്കിലാണ്. ഈ കാണുന്ന ചുമരുണ്ടല്ലോ, ഫൈനൽ ലാസ്റ്റ് ചുമരാണ് ഇത്. കിച്ചന് വർക്കേരിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ മൂലയത്തെ ഒരു ചുമരൊക്കെയാണ് ഫുള്ള് ക്രാക്കായി നിൽക്കുകയാണ്. ആ സംഭവം എന്താ, ഇവിടെയൊക്കെ ക്രാക്ക് കാണാൻ പറ്റും. ഈ വീട് നിൽക്കുന്നത് ഒരു ചതുപ്പുള്ള സ്ഥലത്താണ്. അപ്പോൾ ആ ചതുപ്പ് കാരണം ഇവിടെ തറ ഇരുന്ന് പോയി. ആ ഇരുന്ന കാണലാണ് ഈ കാണുന്നത്. കണ്ടോ, ചുമരുമലൊക്കെ ഇവിടെ ക്രാക്കാണ്. അപ്പോൾ ക്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇതിപ്പോൾ നല്ല പുടുത്തം വിട്ട ക്രാക്ക് വന്ന സ്ഥിതിക്ക് ഇനി എൽ ഷേപ്പ് ചുമര് പൊളിക്കുക, പുതിയ പടുക്കുക, തേക്കുക, അതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലിൻഡലിൻ്റെ മുകൾക്ക് 2 വരിയുണ്ട്. അതിൻ്റെ മുകളിലാണ് സ്ലേവ് വരുന്നത്. അവിടെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പം പൊളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് നല്ല സപ്പോർട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഈ സൈഡിൽ ഞങ്ങൾ 3 നല്ല അടിച്ചുപൊളി ജാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ളിക്കുക. ഇതേപോലെ ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാണ്. പാടത്തും ഒഴിഞ്ഞ നല്ല ചതുപ്പുള്ള സ്ഥലത്തൊക്കെ തറ കെട്ടുന്ന ആൾക്കാർ നല്ല ദമ്മ് കെട്ടിക്കൊണ്ടിട്ടോ അല്ലെ പണിയിട്ട് ഈ എൽ ഷേപ്പാണ് ഇപ്പോൾ പൊളിക്കാനുള്ളത്. ഇതിൽ എന്തുണ്ടെന്ന് അറിയാം, ഒരു ജനവാതിലുണ്ട്, അത് മാത്രമല്ല ഒരു ഗ്രില്ലുണ്ട്. ഇതൊക്കെ ഇതേപോലെ വെക്കും വേണം. പോരാത്തതിന് 8 ഇഞ്ചിൻ്റെ ചെങ്കല്ലാണ് ഈ ഉള്ളത്. ഇനി പഠിക്കാൻ വേണ്ടി പോണത് 6 ഇഞ്ചിൻ്റെ കട്ടയാണ്. അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടോളി. ഇതിൻ്റെ തെറ്റൽ നോക്കിയാൽ 1 ഇഞ്ച് തെറ്റിക്കണ്. ഇത് നമുക്ക് എത്ര ഏച്ചു കിട്ടിയാലും കിട്ടൂല. അപ്പോൾ ഏറ്റവും നല്ല എന്താണ്, പുതിയ ചുമര് കെട്ടല്ലേ. അപ്പോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. സമയം നോക്കിയാൽ 9:38. ഞാൻ അതിൻ്റെ അഡിച്ചബിൾ വിഷ്വൽസാണ് കാണാൻ വേണ്ടി പോണത്. 1 2 3 4 5 പോരെ. അതിന്റെ മുകളിൽ വെക്കുന്നത് അതിരിക്കുക. അപ്പോൾ സെറ്റ് അത്ര ഉള്ളൂ. ഉള്ളിൽ കയറിയാൽ മതി. സമയം കയറി പല ആൾക്കാർക്കും ഈ ജാക്കി എങ്ങനെ സെറ്റ് ചെയ്യുന്ന അറിയണ്ടാവില്ല. ഇത് നമുക്ക് കയറ്റിക്കുക. ഈ ഭാഗത്ത് 4 എണ്ണം സെറ്റായി. ഫ്ലോറിൽ മാർബിൾ ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് അട്ടപ്പെട്ടി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഉള്ളിടത്തോളം അട്ടപ്പെട്ടി സ്പോഞ്ചൊക്കെ അപ്പുറപ്പുറം കിട്ടാവുന്ന കേട്ടോ. നമ്മൾ പൊളിച്ചതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിച്ചാൽ മതി. നീട്ടിയിടേ ദമ്മിനും നീക്കാം. അതെ, മേത്തേക്ക് പോയല്ലേ. അതിന്റെ മുകളിലൊക്കെ ചെറിയ തേപ്പിന്റെ കഷ്ണങ്ങൾ ഉണ്ടാവും. കാൽക്ക് വിവാഹത്തെ കുളത്തിലേ നല്ല ആട്ടിയെടുത്താ. അപ്പൊ അത് കിട്ടിയില്ലേ. അത് ചെറിയ ഒരു ക്ലാമ്പിന്റെ ജാമ എപ്പോഴും ഇടയ്ക്ക് തരാം. അതല്ലേ അപ്പൊ ഗ്രില്ലും പോയി, ജനവാതിൽ പോയി. ഇങ്ങനെ അടിച്ചു പോയി. ചുമരിന്റെ പൊളി കഴിഞ്ഞിക്കണ്. ഇനി ഈ മൂലയിൽ കുറച്ച് തറ പൊളിക്കുക കേട്ടോ. ഒക്കെ ഉഷാറാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഇതാ 1 ഇപ്പത്തെ അവസ്ഥയില് ഈ മൂലയിൽ തറന്റെ 2 വരി കല്ല് പാക്കിട്ട് വെച്ചിരിക്കുന്ന ചെങ്കല്ല് അത് ഊരിക്കണ്. അതേപോലെ തന്നെ ഇതിന്റെ ഫൗണ്ടേഷന്റെ ടോപ്പിൽ ഒരു വരി ഊരി. ഈ ഫൗണ്ടേഷന്റെ ഒരു വരി ഊരിയപ്പോഴാണ് ഇതാ ഇവിടെ നിന്നിട്ട് ഒരു വലിയ ബെൽറ്റ് കൊടുത്തുക്കണൂലേ. എവിടെ വരെ കൊടുക്കുന്നെന്ന് അറിയാം, ഇവിടെ വരെ ബെൽറ്റ് കൊടുത്തുക്കണ്. അതാണ് ഇപ്പൊ താന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇരിക്കാനുള്ളിടത്തോളം ഇരുന്നിക്കണ്. അപ്പൊ നമ്മളെ പ്ലാനിങ് എന്തേനു, ഈ ഫൗണ്ടേഷന്റെ ഒറ്റ വരി ഊരിയിട്ട് എൽ ഷേപ്പിൽ നമ്മള് ലിൻഡൽ അടിക്കുന്ന മാതിരി തന്നെ കൂട്ടി കെട്ടിയാണ് കമ്പി കെട്ടിയാണ്ട് ഒരു ബെൽറ്റിലുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഇവിടെ ബീമുള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഫൗണ്ടേഷനിൽ എടുത്ത കല്ലുണ്ടല്ലോ, ഉദാഹരണം ഇതിന്റെ അടിക്ക് കല്ലുണ്ട്, ഇതൊക്കെ കല്ലാണ്. അപ്പൊ ഈ കല്ല് ഇങ്ങോട്ട് തന്നെ മുട്ടിക്കുക. ഇത് എൽ ഷേപ്പിൽ മുട്ടിച്ചിട്ട് ഇതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യാം, നമ്മൾ ബെൽറ്റ് തറന്റെ ഈ വസ്ത്രത്തിൽ എല്ലാം കൊടുത്താൽ മതി. എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഇതിന്മേൽ ഓവർ വെയിറ്റ് ഇല്ലല്ലോ. ഇതിപ്പോ അപ്സ്റ്റെയർ വീടൊന്നല്ലോ, അവിടെ ചെറിയ സ്ലേവലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല ഈ ലിൻഡലിന്റെ മുകൾക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇതാ പോരെ. അപ്പൊ ഈ എടുത്ത കല്ല് കൊടുത്തന്നെ ഇട്ടെ ഇനി ഇരിക്കലുണ്ടാവില്ല. ഇതിന്റെ ഒപ്പ് കഴിഞ്ഞു. പിന്നെന്താ അറിയോ, ഞങ്ങള് ഈ ഒരു ഒറ്റവരി ഇട്ടുകതിന് ശേഷം ഇവിടെ 4ന്റെ ബ്ലോക്ക് ഇല്ലേ, നമുക്ക് പലകില്ലാത്തോണ്ട് 4ന്റെ ബ്ലോക്ക് ഇങ്ങനെ ഈ എൽ ഷേപ്പ് കറക്റ്റ് പട്ടിട്ട് പിന്നെ ഇതിനുള്ള സ്ഥലം ബാക്കി എന്നിട്ട് അതിൽ റിങ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാ, കോൺക്രീറ്റ് അടച്ചിട്ട് അതിന്റെ ടോപ്പ് തൊറ്റ ഒരു കല്ല് വെക്കുക, ഫില്ലാക്കുക, പിന്നെ പഠിക്കുക.
കേട്ടോ. ചായ എടുത്തോളി. ഇതാണ് നമ്മുടെ ക്ലൈന്റ് കേട്ടോ. സംഭവം എന്താ വെച്ചാല് ഓരോ കാര്യങ്ങളും ക്ലൈന്റിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം പിന്നെ അക്കാശക്ക ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഇഷ്ടത്തിന് പണി എടുത്തു എന്നുള്ള ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. ഇല്ലല്ലോ. മതി കാര്യമില്ല അറിയില്ലേ. ചായന്റെ സമയമായിട്ടുള്ളൂ കേട്ടോ. അപ്പോത്തിന് ഇതാ ചുമര് മൊത്തം പൊളിച്ച് കഴിഞ്ഞീണ്. തറന്റെ കല്ലൂരി ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്തു. ഇനി കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാർബിളൊക്കെ ഒരു കേടും വരുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കാൻ മാത്രമേ ഉള്ളൂ. എന്തേ സെറ്റല്ലേ? വാതില് അതേപോലെ തന്നെ ഒരു കോട്ടം വരുത്തിയില്ല കേട്ടോ. തറക്ക് സപ്പോർട്ടായി കണ്ടുള്ള ബെൽറ്റ് ഇവിടെ സെറ്റായിണ്ടേ. സൂപ്പർ. ഏതാ വലുത്? ഇത് നേരെ ഇതിൻ്റെ ഉള്ളിക്ക് ഞാൻ ചിന്നത് കൂടെ കോൺക്രീറ്റ് സെറ്റാണേ. അയ്യോ നോക്കി സംഭവം അങ്ങനെ ഉണ്ടാക്കിയാ. ഇപ്പോൾ സംഭവം കറക്റ്റ് ആയിട്ടോ. 6 കാറിൻ്റെ റിങ്ങാണ് ഉപയോഗിച്ചത്. അപ്പോൾ 1 ഇഞ്ച് അടിയിൽ 1 ഇഞ്ച് മുകളിലും. അപ്പോൾ 8 ആയി. ബ്ലോക്ക് 8 ഇഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ ലെവൽ ഈ വരിയുണ്ട് ഫില്ലാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒറ്റ മടച്ച് തറ ഫില്ലായി. മതിയാവൂലേ? അപ്പൊ അടിച്ചുപൊളി സൂപ്പർ ബെൽറ്റുമായി. ഇനി എന്താ പണി വെച്ചാൽ ആ ഒരൊറ്റ വരി തറയുമ്പട മുട്ടിച്ചാല് പടവ അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ എന്താ ചെയ്യാ? തറ മുട്ടിക്കൽ. കല്ല് കലണ്ടോ? കലണ്ടോന്ന് യമോന് വെയിറ്റ് ആണോ. ഇപ്പൊ സംഭവം സെറ്റാട്ടോ. മറി റെഡി, ടോപ്പ് റെഡി. ഈ വണ്ടി പണി എന്താ വെച്ചാല് ഇതിനുള്ളിൽ പൊടിമണ്ണ് നല്ല തിറ്റി നടക്കുക. വെള്ളം പാർന്ന് കൈകൊണ്ട് കുത്തുക. കാരണം എന്താ പറയുക, കല്ലുമുട്ടി ഇട്ടാല് ഉള്ളു ഫില്ലാവില്ല. അങ്ങോട്ടേക്കാ പോണില്ല. അപ്പൊ പൊടിമണ്ണ് ഇവിടെ ഇട്ടുകാണ്ട് ഇങ്ങനെ കീച്ച് സെറ്റാക്കിയിട്ട് ഇവിടെ ഈ ടോപ്പിലെത്തുമ്പോൾ ഈ മാർബിളിൽ വിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച സിമെന്റ് ഇല്ല, അതും കൂട്ടിക്കാണ്ട് സിമെന്റ് ഒക്കെ ഇട്ടതാ ഈ മറി കറക്റ്റ് പോയിന്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഉള്ളു ഫില്ലായില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നല്ലോ, കുറച്ച കാലം കഴിയുമ്പോൾ ഇത് ഇരിക്കും. ഇതിപ്പോ ഏകദേശം 4 ഇഞ്ചോളം പൊള്ളയാണ്. ഇതാ 4-6 ഇഞ്ചോളം പൊള്ളുണ്ട്. അപ്പൊ അത് മണ്ണിട്ട് ഇരുത്തിയിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ. എന്നാലും വൃത്തിയുള്ള പണിക്ക്. പിന്നെ ചില്ലറപ്പണിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. ക്ലൈന്റ് എന്താ പറഞ്ഞാലോ, നിങ്ങളെ കൊണ്ട് ഇന്ന് പഠിക്കാനാ പറ്റുന്നുണ്ടെങ്കിൽ പഠിത്താൽ മതി, എല്ലാം പാടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എടുക്കുന്നത് പക്ക സെറ്റ് ആയിക്കോട്ടെ. എന്താ പാടി? റെഡിയാ? ഇവിടെ പേപ്പനുണ്ട്. ജനാല സെറ്റാട്ടോ. ക്ലാമ്പ് വെച്ചാണ് ക്ലാമ്പ്. ഒരു ക്ലാമ്പ് ഇവിടെ ഉണ്ടല്ലേ, സൂപ്പറാണ്. ഏകദേശം 2 ഭാഗത്തേക്കും ഓരോ ക്ലാമ്പിച്ച മതി. പിന്നെ ഈ കല്ല് ഇളങ്കല്ലാണ്. ഇവിടെ ഒന്ന് മുറിച്ചിട്ട് ഒരു നമ്മളെ ഈ ബ്ലോക്ക് ഒന്ന് ഉള്ളിൽ കണ്ട് കയറിക്കോട്ടെ. പിന്നെ അടിയത്തെ വരിക്കൊക്കെ നമ്മൾ കമ്പിട്ടിക്കണല്ലോ മതി. പിന്നെ ഈ ക്ലാമ്പ് നോക്കിയാ ഏതാ വെപ്പോക്ക് കണ്ടോ. ഹോളോബ്രിക്ക് കറക്റ്റ് ചാലാക്കിയിട്ട് അതിൽ ഇറക്കിച്ചിരിക്കുക. എവിടേക്കാൻ പോവാ സാധനം. ഗ്രൗട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഫുള്ള് ഇതാ സൈഡിൽ ഫുള്ള് ഗ്രൗട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഒട്ടിക്കാണ്. അപ്പൊ അങ്ങനെ വർക്ക് ഇമ്പ്രൂവ്മെന്റ് ആയി കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ പണി ഇല്ല, ഗ്രില്ലൊക്കെ വേണ്ടി പോവാം. മച്ചാമാരെ, സൈറ്റിലെ ഫുൾ വർക്ക് ഉണ്ടല്ലോ, സ്ട്രക്ചറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാളി കാണിച്ചു കൊടുത്താൽ രാവിലത്തെ അവസ്ഥ എങ്ങനെയാണ്. ഇതേപോലെ ഒരു ചുമരുണ്ടേനി, തേപ്പുണ്ടേനി, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ക്രാക്കേനി. ആ ഒരു 8 ഇഞ്ചുള്ള ചെങ്കല്ലൊക്കെ പൊളിച്ചിട്ട് അതിന്മേൽ ഒരു ഗ്രില്ലും അതേപോലെ തന്നെ അവിടെ ഒരു ജനവാതിലുണ്ടേനു. അത് പുതിയ ചുമര എങ്ങനെ പഠിത്തം അറിയോ, 6 ഇഞ്ച് വീതി 8 ഇഞ്ച് ഹൈറ്റ് വരുന്ന സോളിഡ് കട്ട വെച്ചുകൊണ്ടാണ് ഇവിടെ പടവ് ചെയ്തിട്ട് ആ ഗ്രില്ലും ആ ജനാലൊക്കെ സെറ്റ് ചെയ്തുള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ ട്രബിൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ തറ ഇരുന്ന് പോകുന്നുള്ളതാണ്. നമ്മളെ ക്ലൈൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ തറ ഇരിക്കുന്നല്ലോ. അതിപ്പോൾ തറയും പൊളിച്ച് മൂലയെന്ന് ഏകദേശം പാതകം പൊളിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് ഇരിക്കാനുള്ള വകുപ്പ് ഫുള്ള് കഴിഞ്ഞു എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ഓവർ പണി കൂട്ടാത്ത കുളത്തിൽ ഇവിടെ ഒരു എൽ ഷേപ്പിൽ ഉണ്ട്. ഈ ഹോളോ ബ്രിക്ക് വെച്ച ഭാഗത്ത്
ഒരു ബെൽറ്റ് സൂപ്പറായി കൊടുത്തോ കണ്ടില്ല നിങ്ങൾ. ഇനി ഒന്നാവില്ല കേട്ടോ. പിന്നെ ഇവിടെ 3 ചാക്കി, അപ്പുറത്തൊരു ചാക്കി ഉണ്ട്. ഇത് തേപ്പ് കഴിഞ്ഞിട്ട് ഊരിയാൽ മതിയേ. 2 ദിവസത്തെ വാടകയല്ല, കല്ലി ഇതേപോലത്തെ കുറേ തരികയുടെ കുറേ ആൾക്കാർക്ക് ചെയ്യണ്ടാവും. ഇനി ഉള്ളിൽ വന്നാൽ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഉള്ളിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സംഭവമൊക്കെ നേക്കാണ്. പക്ഷേ 6 ഇഞ്ചിൻ്റെ കട്ടുകൊണ്ട് പടുത്ത സ്ഥിതിക്ക് ഒരു ചെറിയ 2 ഇഞ്ചിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവും. അത് ഈ വക്ക് കൂട്ടി മുട്ടിച്ചാൽ മതിയേ. അതേപോലെ തന്നെ ഇവിടെയും കൂട്ടി മുട്ടിക്കുണ്ടാവും, ഇവിടെ ഉണ്ടാവും. അങ്ങനെയുണ്ട് വർക്ക്. നിങ്ങൾ റാത്തല്ലേ? സൂപ്പർ അല്ലേ? നമ്മൾ തേക്കാനുള്ള പ്ലാനിങ്ങിലേന് വന്നീന് ഒരച്ചിപ്പാലും വടിയൊക്കെ കൊണ്ടുവന്നിടേന്. പക്ഷെ എന്താ തേക്കാൻ കഴിഞ്ഞില്ല, കാരണം തറമേൽ നമുക്ക് ഒരുപാട് സമയം പോയി. അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് എന്താണ് ലാഭം എന്ന് വെച്ചാൽ ഇതേപോലെ 8 ഇഞ്ചിൻ്റെ ചുമര് 6 ആക്കാനും പറ്റും അല്ലേ. ഇതൊക്കെ ലോഡ് എടുക്കും. ഇതിൻ്റെ മുകളിൽ അപ്സ്റ്റെയർ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഈ 6 ഇഞ്ചിൻ്റെ കട്ടൊക്കെ അപ്സ്റ്റെയർ വരെ ചെയ്യാൻ എഞ്ചിനീയർ പറഞ്ഞു. അടഞ്ഞ കട്ടാണെങ്കിൽ നമുക്ക് 2 നില വരെ ഇതിൽ വാർപ്പിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ട് സെറ്റാണെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ പക്ക. ഓക്കെ. അപ്പോൾ നമ്മളിനി പുതിയ സൈറ്റിൽ നിന്ന് പുതിയ വീഡിയോ.